മഴ തോരും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടിയെ കാണാഞ്ഞിട്ട് ഗ്രേസി ഇങ്ങനെ രേവതിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ മകൻ്റെ റൂമിൽ നിന്നും ആൻറ്റി ഞാൻ ഇവിടെ ഉണ്ടെന്ന് രേവതിക്കുട്ടി വിളിച്ച് പറയാണ്. അങ്ങനെ ചാരിയിട്ടിരിക്കുന്ന റൂം ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. പതുക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് ഗ്രേസിയ. അകത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഗ്രേസി ഇങ്ങനെ അന്തം വിട്ട് നാല് പുറം റൂമൊക്കെ നടന്നു കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിക്കുട്ടി എല്ലാം വളരെ നീറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അലങ്കോലപ്പെട്ട് കിടക്കുന്ന റൂമും മുക്കുമൂലയും എല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന ട്രോഫികളും ഫോട്ടോസും എല്ലാം നല്ല വൃത്തിക്ക് വെച്ചിരിക്കണം. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്രേസി പറയുന്നുണ്ട്, മോളെ എനിക്കിപ്പോൾ ഈ റൂമിലേക്ക് കയറുമ്പോൾ എൻ്റെ മകൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ളൊരു ഫീല് തോന്നുകയാണെന്ന് പറയാണ്. അങ്ങനെ ഗ്രേസിയുടെ കൈ പിടിച്ചുകൊണ്ട് രേവതിക്കുട്ടി അവിടെ ചെന്ന് ഇരിക്കുന്നുണ്ട് ബെഡിൽ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ റൂം. അവർ മരിച്ചു പോയെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വൃത്തികേടാക്കി ഇടാൻ പാടില്ല. ഇനി എന്നും ഇവിടെ വന്ന് വിളക്ക് കത്തിച്ച് അവരോട് സംസാരിക്കണം. അപ്പോൾ നമുക്ക് അവരിവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ഫീല് നമ്മൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളും പരിഭവങ്ങളും പരാതികളും എല്ലാം നമുക്ക് അവരോട് പറയാം. അവർ തിരിച്ച് പറയുന്നത് നമുക്ക് കേൾക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ, അവർക്കെല്ലാം കേൾക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഗ്രേസിയെ പറയുന്നുണ്ട്, ഞാൻ മുൻപ് അവൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. പക്ഷേ അവനപ്പോൾ എന്നോട് പറയും, അമ്മ പോയി ഒന്ന് കിടന്നുറങ്ങിക്കേ, എനിക്ക് ഉറക്കം വരുന്നു എന്ന്. അന്ന് അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് ഇപ്പോൾ അവനെ ശല്യപ്പെടുത്താൻ അവനില്ലല്ലോ. അവനിപ്പോൾ ഒരുപാട് ഉറങ്ങാലോ, എന്നേക്കുമായി അവന് ഉറക്കത്തിൽ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുവാണ് ഗ്രേസ്യ. ഇത് കണ്ടതും നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസ്യ പതുക്കെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിലിങ്ങനെ മുടിയിലിങ്ങനെ തഴുകി കൊടുക്കുകയാണ്. പിന്നീട് അലീന വിളിച്ച് പറഞ്ഞതനുസരിച്ച് ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ രോഹിത്തിൻ്റെ റൂമിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ആ പെൺകുട്ടിയെ ഇങ്ങനെ പതുക്കെ തന്നോട് ചേർത്ത് പിടിച്ച് ചുംബിക്കാനൊക്കെ തുടങ്ങുകയാണ്. അന്നേരത്താണ് പെട്ടെന്ന് ഡോറിൽ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് അവരങ്ങ് അകന്ന് മാറുന്നുണ്ട്. ആരായിരിക്കുമെന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. രോഹിത്ത് പറയുന്നുണ്ട്, അവളായിരിക്കും, അല്ലാതാരാ, നമ്മളെ ശല്യം ചെയ്യാൻ അവൾ തന്നെയല്ലേ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് ഡോറങ്ങ് വലിച്ചു തുറന്നിട്ട് നിന്നെ ഞാൻ എന്നിങ്ങനെ അലറി വിളിക്കുകയാണ്. പെട്ടെന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അച്ഛനെ കണ്ട് രോഹിത്ത് ഒന്ന് ഞെട്ടുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. രോഹിത്ത് പിറകിലേക്കും നോക്കുന്നുണ്ട്. ആ പെൺകുട്ടി എങ്ങാനും കാണുന്നുണ്ടോ എന്നാണ്, അച്ഛൻ കണ്ടാലോ എന്നാണ് അവൻ്റെ മനസ്സിലെ പേടി. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഞാൻ പോയിരുന്നു. പിന്നെന്താ നീ ഇവിടെ? അത് അച്ഛാ, ഒരു തലവേദന, മൈഗ്രെയിൻ ആണെന്ന് തോന്നുന്നു, ഞാൻ പെട്ടെന്നങ്ങ് പോന്നു എന്ന് പറയുകയാണ് രോഹിത്ത്. ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അകത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അകത്തു നിന്നും ഡോർ അടയുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ അകത്തൊരു സൗണ്ട്? അത് അച്ഛാ, ജനൽ അടയുന്നതായിരിക്കും. അല്ലല്ലോ, ബാത്റൂമിൻ്റെ ഡോർ അടയുന്ന സൗണ്ടാണല്ലോ കേട്ടത്. അത് അച്ഛന് തോന്നുമായിരിക്കും. ശരി, എങ്കിലേ ഞാൻ എൻ്റെ ഒരു കീ നിൻ്റെ ടേബിളിൽ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വേണ്ടി വന്നതാ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുക. കീയോ എന്നിങ്ങനെ രോഹിത്തിൻ ചോദിക്കുന്നുണ്ട്. കീ തന്നെ. ഞാനത് എടുത്തു വെച്ചോളാം അച്ഛാ എന്ന് പറയാണ്. അല്ല, എനിക്കത് അത്യാവശ്യമുള്ളതാണ്, നീ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ രോഹിത്ത് മനമില്ലാ മനസ്സോടുകൂടി അകത്തേക്ക് തന്നെ കയറിപ്പോയിട്ട് ആ ടേബിളിന് അടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് ബാലചന്ദ്രനും വാതിലങ്ങ് തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. രോഹിത്ത് കീ ടേബിളിലെല്ലാം തിരയുന്നുണ്ട്. ഇല്ല അച്ഛാ, ഇവിടെയൊന്നും ഇല്ല എന്ന് ബാലചന്ദ്രനോട് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കീ തിരയുന്നതായിട്ട് അഭിനയിക്കുകയാണ് ബാലചന്ദ്രൻ. നാലുപുറമൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് ബെഡിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത്, ഒരു മൊബൈൽ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് ആരുടെ മൊബൈലാ? തൻ്റെ മകൻ്റേതല്ലെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛാ, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. എന്നിട്ട് ആ ഫ്രണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന് മറുപടിയില്ല. ബാലചന്ദ്രൻ പെട്ടെന്ന് ചെന്ന് ടോയ്ലറ്റിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് തുറക്കുന്നില്ല, ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, രോഹി, ഇതിനകത്ത് ആരാണ്? ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഇത് കേട്ടതും രോഹിത്ത് പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അച്ഛാ. അത് ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട്, എൻ്റെ ഈ ഇരിക്കുന്ന ഫോണ് എൻ്റെ ഫ്രണ്ടിൻ്റേതാണെന്ന്. ഓ ശരി, അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ വെയിറ്റ് ചെയ്യാം. നിൻ്റെ ഫ്രണ്ട് അകത്തു നിന്നും ഇറങ്ങുമ്പോൾ എനിക്ക് കാണാലോ, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയാം. ഉടനെ തന്നെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ എൻ്റെ ഫ്രണ്ടിനെ കാണുന്നത്? അല്ല, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ശരി, ടോയ്ലറ്റിൽ നിന്നും നിൻ്റെ ഫ്രണ്ട് ഇറങ്ങുമ്പോൾ അങ്ങ് പുറത്തേക്ക് വാ, ഞാൻ ബാൽക്കണിയിൽ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്.
രോഹിത്ത് പെട്ടെന്ന് ഡോർ അടയ്ക്കുന്നുണ്ട്. അകത്ത് ചെന്നതും രോഹിത്ത് ഭയങ്കര ടെൻഷനായിട്ട് തലങ്ങും വിലങ്ങും നടക്കുകയാണ്. കുറച്ച് നേരം ബെഡിലിരിക്കും, വീണ്ടും എണീക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞ് ആകെ ഒരു ടെൻഷനിൽ വെപ്രാളത്തോടെ നടക്കുകയാണ്. പുറത്താണെങ്കിലും ബാലചന്ദ്രനും ഇതേ അവസ്ഥയിലാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ വിയർക്കുന്നുണ്ട്. മകൻ എന്തായിരിക്കും, മകൻ്റെ റൂമിൽ നിന്നും ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ. ആകെ ടെൻഷനായിട്ടാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ രോഹിത്ത് ചെന്ന് ടോയ്ലറ്റിൻ്റെ ഡോറിൽ തട്ടിക്കൊണ്ടിട്ട് പറയുന്നുണ്ട്, റൂബി റൂബി നീ വാതിൽ തുറക്ക്, ഇത് ഞാനാണെന്ന് പറയുകയാണ്. റൂബി പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് പോയോ, അച്ഛൻ പോയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല റൂബി, ഇനി നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, നീ പുറത്തേക്ക് ഇറങ്ങി, നിന്നെ കണ്ടിട്ടേ അച്ഛൻ പോകുമെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ റൂബി രോഹിത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് രോഹിത്ത്, എനിക്ക് അച്ഛനെ കാണണ്ട, എങ്ങനെയെങ്കിലും അച്ഛനെ ഇവിടുന്ന് പറഞ്ഞയക്ക്, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്ത് രോഹിത്ത് എന്നിങ്ങനെ കാല് പിടിച്ച് പറയുന്നത് പോലെ റൂബി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇല്ല റൂബി, നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇവിടുന്ന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ മുന്നിലൂടെ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് കേട്ടത് റൂബിക്ക് ആകെ ടെൻഷനായി. നീ എന്നെ ചതിച്ചില്ല, ഇതിന് വേണ്ടിയിട്ടായിരുന്നോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇനി ദൈവമേ ഞാൻ ഇനി എങ്ങനെ പുറത്തേക്ക് പോവും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ റൂബി. അങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്, ഇത് അവളുടെ പണിയാണ്. അവൾ ആരാണെന്ന് ചോദിക്കുകയാണ് റൂബി. അത് അവൾ അലീനയാണ്. അവളെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ നിമിഷം എങ്ങാനും കിട്ടിയാലുണ്ടല്ലോ അവളെ ഞാൻ കൊന്നു കളയുമെന്ന് പറയുന്നുണ്ട് രോഹിത്ത്. അങ്ങനെ രോഹിത്ത് പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കാനായിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ റൂബി മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട രോഹിത്ത്, പ്ലീസ് രോഹിത്ത്, വേണ്ട, തുറക്കണ്ട എന്ന് പറഞ്ഞ് രോഹിത്തിനെ ഇങ്ങനെ തള്ളി മാറ്റുകയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ പെട്ടെന്ന് വന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. അത് കണ്ട് രോഹിത്ത് ഡോറ് തുറക്കുന്നുണ്ട്. എന്താ അച്ഛാ? അത് ശരി, എന്താണെന്നോ? നിൻ്റെ ഫ്രണ്ട് എവിടെ? കഴിഞ്ഞില്ലേ ഇതുവരെ എന്ന് ചോദിക്കുക. എൻ്റെ ഫ്രണ്ടിനോടൊപ്പം കുറച്ച് നേരം എനിക്ക് സമയം ചിലവഴിക്കാനും പറ്റത്തില്ലേ? അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഞാൻ ടെൻഷൻ അടിച്ചതും ചോദിച്ചതുമായ കുറ്റം. എവിടെ നിൻ്റെ ഫ്രണ്ട്? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ എന്നിങ്ങനെ ഒരു ബാലചന്ദ്രനും പറയുന്നുണ്ട്. അച്ഛാ, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, അച്ഛൻ എന്തിനാ അവനെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, രോഹിത്, നിൻ്റെ ഫ്രണ്ട് ആരാണ്? അതവൻ നല്ലവനാണോ, മയക്കുമരുന്നിന് അടിമയാണോ, വല്ല കഞ്ചാവ് വിൽപ്പനക്കാരനാണോ എന്നൊക്കെ എനിക്കും അറിയണ്ടേടാ. നീ ഒരു പ്രായപൂർത്തിയായിട്ടൊന്നും ഇല്ലല്ലോ നിനക്ക് ഇപ്പോഴും പഠിക്കാനുള്ള ചിലവും നിന്നെ നോക്കി വളർത്തുന്നതും ഒക്കെ ഞാനെന്നല്ലടാ രോഹിത്തെ. പിന്നെ നീ എൻ്റെ തനി സ്വരൂപം പുറത്തിറക്കാൻ ഇടയാക്കലടാ മോനെ എന്നിങ്ങനെ ദേഷ്യത്തോടെ കൈ ചൂണ്ടിക്കൊണ്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്. നീ അവനെ ഇങ്ങ് പുറത്തേക്ക് വിട്, അകത്താരാണെങ്കിലും പുറത്തേക്ക് വിട് എന്ന് പറയുകയാണ്. രോഹിത്താണെങ്കിൽ ഡോറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ബാലചന്ദ്രൻ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴാണ് രോഹിത്തിന് പിറകിൽ സൈഡിലായിട്ട് കർട്ടന് പിറകിലായിട്ട് നമ്മുടെ റൂബി നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതാണ് നിൻ്റെ ഫ്രണ്ടല്ലേ? അതെ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്നാണ് രോഹിത്ത് ചോദിക്കുന്നത്. എന്താടാ ഇതിന് കുഴപ്പമില്ലേ? മാറി നിൽക്കടാ ഇങ്ങോട്ട് എന്ന് പറയുകയാണ് രോഹിത്തിനോട്. ബാലചന്ദ്രൻ റൂബിയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങനെ റൂബി ഇങ്ങോട്ട് കുറച്ച് നീങ്ങി നിൽക്കുന്നുണ്ട്. നിൻ്റെ പേരെന്താ? റൂബി. മുഴുവൻ പേര് പറ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ റൂബി ഐസക് എന്ന് പറയുന്നു. ഇത് കേട്ടതും രോഹിത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ്റെ ക്വസ്റ്റ്യൻസ്. അച്ഛൻ എന്തിനാ ഇങ്ങനെ പോലീസ് മുറിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അവളെ കൊണ്ടുവന്നത് ഞാനാ, അതിൽ വലിയ തെറ്റൊന്നുമില്ലെന്ന് ഇങ്ങനെ കൂളായിക്കൊണ്ട് പറയുന്നു. ഇത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ മുഖമടിച്ച് അവൻ്റെ കവിളത്തൊന്ന് അങ്ങ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതും റൂബിക്ക് കരച്ചിൽ വരുന്നുണ്ട്. റൂബി ആകെ പേടിച്ച് നിൽക്കുകയാണ്. റൂബിയുടെ മുന്നിലിട്ടിട്ട് തന്നെ അടിച്ചത് രോഹിത്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. രോഹിത്തിൻ്റെ മുഖം ഇങ്ങനെ ദേഷ്യം കൊണ്ട് ചുമന്ന് തുടുക്കുകയാണ്. അവൻ കിടന്നിങ്ങനെ വിറക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാണം കെട്ടവനെ, കോളേജിലേക്കാണെന്നും പറഞ്ഞു പോയിട്ട് ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് റൂമിൽ അടച്ചിട്ടിരിക്കുന്നു, എന്നിട്ട് അവൻ ന്യായം പറയാൻ നോക്കുക. ഇത് കേട്ടതും രോഹിത്ത് അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. ബാലചന്ദ്രൻ വെറുതെ വിടുന്നില്ല, അവൻ്റെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് തന്നെ ഇടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അടങ്ങി നിന്നോണം, ഞാൻ നിന്നോട് ഇത് തന്നെയല്ലേടാ ഞാൻ ആദ്യം ചോദിച്ചത്, അപ്പോൾ വിളച്ചിലെടുക്കുന്നോ നീ? അടങ്ങി നിന്നില്ലെങ്കിൽ നിൻ്റെ പല്ല് ഞാൻ കൊഴിച്ചിടും ഇവിടെ എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ റൂബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ബാലചന്ദ്രൻ. നിൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഐസക് എന്ന് പറയുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ടൗണിൽ ഒരു ഷൂ ഷോപ്പാണെന്ന് പറയുന്നു. റൂബി ഷൂ മാർക്കറ്റാണോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറയുകയാണ്. ഇതെന്താ കുട്ടി, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ റൂബി കൂസലില്ലാതെ പറയുന്നുണ്ട്, ഞങ്ങൾ ന്യൂ ജനറേഷനൊക്കെ ഇങ്ങനെയാണെങ്കിൽ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണോ,
അത് ശരി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രനും പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വിളിക്കാൻ വേണ്ടി നോക്കുകയാണ്. ശരി, നിൻ്റെ അച്ഛൻ ഐസക് ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഞാനൊന്ന് വിളിക്കട്ടെ. എന്നിട്ട് തൻ്റെ മകളെ താൻ ഇങ്ങനെയാണോ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കട്ടെ ഞാനെന്ന് പറഞ്ഞ് വിളിക്കാനായി നോക്കുകയാണ്. ഇത് കണ്ടതും കൈ കൂപ്പിക്കൊണ്ട് റൂബി പറയുന്നുണ്ട്, അങ്കിളെ പ്ലീസ് അങ്കിൾ, അച്ഛൻ അറിയരുത്. അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. അതെന്താ കുട്ടി അങ്ങനെ? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്നോട് ഈ പറഞ്ഞ അതേ വാക്കുകൾ നീ എൻ്റെ അച്ഛൻ വരുമ്പോഴും പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വീണ്ടും റൂബി പറയുന്നുണ്ട്, പ്ലീസ് അങ്കിൾ, വിളിക്കരുത് അങ്കിൾ, അച്ഛൻ അറിഞ്ഞ് എന്നെ കൊന്നു കളയും. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, നീ ആരുമില്ലാത്തൊരു വീട്ടിൽ വന്ന് തന്നോടൊപ്പം പഠിക്കുന്ന ഒരു ചെറുക്കനോടൊപ്പം റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, തെറ്റാണെന്ന് റൂബി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, എന്നാൽ നീ പൊക്കോ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയുന്നു. റൂബിയാണെങ്കിൽ ജീവനും കൊണ്ട് ഓടാൻ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ നിൻ്റെ ഫോണും ബാഗൊന്നും വേണ്ടേ, അതൊക്കെ എടുത്തുകൊണ്ട് പോ എന്ന് പറയുമ്പോൾ വീണ്ടും അകത്ത് ചെന്ന് ബാഗും ഫോണൊക്കെ എടുത്ത് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ബാലചന്ദ്രൻ, നീ തനിയെ പോവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊക്കോളം അങ്കിൾ എന്ന് പറയുകയാണ്. വീണ്ടും ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ട്.